നമസ്കാരം. എല്ലാവർക്കും അന്നപൂർണയിലേക്ക് സ്വാഗതം. ഇന്ന് ധനുമാസം 30-ാം തീയതിയാണല്ലോ, അതായത് 2021 ധനുമാസം 30-ാം തീയതി. ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മകരസംക്രമ ദിവസമാണ്. അതായത് സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം. ഇന്നൊരു വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഏറ്റവും പുണ്യകാലമായ ഉത്തരായനം ഇന്ന് പിറക്കാൻ പോകുന്നു. ഉത്തരായനത്തിൻ്റെ ആരംഭം കൂടിയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:07 മുതലാണ് മകരസംക്രമത്തിൻ്റെ ആരംഭം. അതായത് 1201 ധനുമാസം 30 2026 ജനുവരി 14 ബുധനാഴ്ച ഉദിച്ച് 20 നാഴിക 40 വിനാഴികയ്ക്ക്, അതായത് 3:07 ശേഷം അനിഴ നക്ഷത്രത്തിൽ 3-ാം പാദത്തിൽ വൃശ്ചികക്കൂറിൽ മകരരവി സംക്രമമാണ്. രാശി സംക്രാന്തി എന്താണെന്ന് നോക്കാം. സംക്രാന്തി എന്നാൽ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്ന് തൊട്ടടുത്ത മറ്റേ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് രാശി സംക്രാന്തി എന്ന് പറയുന്നത്. എന്നാൽ പൊതുവെ സംക്രാന്തി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രാശിമാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സൂര്യൻ മാസം തോറും ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകുന്നത് ഓരോ സംക്രാന്തിയാണ്. അങ്ങനെ ഒരു വർഷത്തിൽ 12 സംക്രാന്തികൾ ഉണ്ടാകുന്നു. സംക്രാന്തി ഒരു വിശേഷ ദിവസമാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് സംക്രാന്തി എന്ന് പറയുന്നു. ഇതിൽ മേട സംക്രാന്തിയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ കർക്കിടകവും മകരവും തുലാമും ആ സംക്രാന്തികളും പ്രാധാന്യമത്തോடு തന്നെ നമ്മൾ കൊണ്ടാടാറുണ്ട്. അതും മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ പിറവിയാണ്. ഈ സംക്രാന്തികൾ പുണ്യകാലമായി കരുതുന്നു. സംക്രാന്തികളെല്ലാം തന്നെ പുണ്യകാലമായിട്ടാണ് കരുതുന്നത്. മകരസംക്രാന്തി പുണ്യകാലമായി കരുതുന്നത് അത് ഉത്തരായനത്തിൻ്റെ ആരംഭമാണ്. സംക്രാന്തി പകലാണെങ്കിൽ ആ ദിവസം, രാത്രി പകുതി കഴിഞ്ഞാണെങ്കിൽ പിറ്റേ ദിവസവും സംക്രമ ദിവസമായി കണക്കാക്കുന്നു. അർദ്ധരാത്രിയിൽ തന്നെ സംക്രമം വന്നാൽ 2 ദിവസങ്ങളും പുണ്യകാലങ്ങളായി കണക്കാക്കുന്നു. സൂര്യസംക്രമത്തിന് മുമ്പും പിമ്പുമുള്ള 16 നാഴികയാണ് കൃത്യമായി പുണ്യകാലമായി കരുതി വരുന്നത്. ഈ ദിവസങ്ങളിൽ പ്രാതസ്നാനം തുടങ്ങി സാമാന്യ വൃദ്ധികളൊക്കെ പാലിക്കേണ്ടതാണ്. ഗ്രഹപ്പിഴ കാലമുള്ളവർ നിശ്ചയമായും മകരസംക്രമ പുണ്യകാലങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. സംക്രമത്തിൻ്റെ ശുഭമുഹൂർത്തത്തിൽ സ്നാനം ചെയ്ത പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ക്ഷേത്രദർശനവും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലോ നമ്മുടെ ദേശത്തുള്ള അമ്പലത്തിലോ ദേവീക്ഷേത്രങ്ങളിലോ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ ഈ മാസത്തിലെ ശുഭ ദിവസങ്ങളിൽ ധർമ്മ ദൈവ ക്ഷേത്രത്തിലോ ഗൃഹത്തിലോ ഗണപതി ഹോമം നടത്തി എല്ലാ തടസ്സങ്ങളും നീക്കുക. തമിഴിൽ പറയും തൈ പിറന്നാൽ വഴി പിറക്കും എന്ന്. അതായത് തൈമാസം എന്നാൽ മകരമാസം. തമിഴർക്ക് ഇത് തൈമാസത്തിൻ്റെ ആരംഭമാണ്. ഉത്തരായനം, ദക്ഷിണായനം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് ആയനം എന്ന് നമുക്ക് നോക്കാം. സൂര്യൻ്റെ സഞ്ചാരത്തിനെയാണ് ആയനം എന്ന് പറയുന്നത്. 6 മാസക്കാലമാണ് ഒരു ആയനം. അങ്ങനെ 2 ആയനങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. സൂര്യൻ സഞ്ചരിക്കുന്ന 2 വർഷങ്ങൾ, ആ ഒരു കാലയളവിനെ 2 ആയനമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതായത് ഉത്തരായനം എന്നും ദക്ഷിണായനം എന്നും. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസത്തെ ദക്ഷിണായനം അഥവാ പൃഥ്വിയാനം എന്നാണ് അറിയപ്പെടുന്നത്. പുരോഗമനത്തിൻ്റെ വഴിയാകുന്നു ഇത്. കൃഷ്ണമാർഗം എന്നും പറയപ്പെടുന്നു. ദേവയാനം ശുക്ലമാർഗമാണ്. പ്രഭുത്വത്തിൻ്റെയും ഉയർച്ചയുടെയും വീഥി. ജന്മകർമ്മ പുണ്യം കൊണ്ട് മരിച്ചാൽ ശുഭലോകങ്ങൾ മുതൽ മുക്തി വരെ നൽകുന്ന കാലമാണ്. ഈ മുക്തിയെ ആത്യന്തികമായ മോക്ഷമെന്ന് കൽപ്പിക്കാം. പൃഥ്വിയാനം എന്ന കൃഷ്ണമാർഗത്തിലെ മൃത്യു പരലോകങ്ങളിലേക്കുള്ള കർമ്മഫല യാത്രയും പുനർജന്മത്തിൻ്റെതുമാണ്. ഭഗവത്ഗീതയടക്കം പുരാണങ്ങളെല്ലാം ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. താന്ത്രികപരമായ മറ്റൊരു പ്രസക്തി കൂടി ഇതിനുണ്ട്. മഹാമായയിൽ നിന്നും പ്രപഞ്ചം ആവിർഭവിച്ച ശേഷമുള്ള ആദ്യത്തെ രാത്രി ഇതായിരുന്നു എന്നാണ് സങ്കല്പം. അവ്യക്തവും ബിന്ദുരൂപവുമായ മഹാമായയാണ് ഇതിൻ്റെ അധിഷ്ഠമായ ദേവത. മഹാത്രിപുര സുന്ദരിയെയും ഈ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പൊതുവെ ഉത്തരായനം എല്ലാ പുണ്യകാര്യങ്ങൾക്കും ശ്രേഷ്ഠമാണ്. അതായത് മകരമാസം മുതൽ 6 മാസം എല്ലാ പുണ്യകാര്യങ്ങളുടെയും ഒരു കാലയളവാണ് ഈ ഉത്തരായനം എന്ന് പറയുന്നത്. ദേവന്മാരുടെ പകൽക്കാലമാണ് ഉത്തരായനം, അതായത് ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലം. ദേവന്മാരുടെ രാത്രി കാലമാണ് ദക്ഷിണായനം. ഉത്തരായനത്തിൽ മരിക്കുന്നതും ജനിക്കുന്നതും പുണ്യമാണെന്ന് കരുതപ്പെടുന്നു. അതിലും തന്നെ വൈകാശിയിൽ പിറക്കുന്നത് അതീവ ശ്രേഷ്ഠമെന്നും പറയുന്നു.
അതുപോലെയാണ് മഹാനായ ഭീഷ്മർ ശരശയ്യയിൽ കിടന്ന് ഉത്തരായനം വരെ കാത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് മരിക്കാനുള്ള നേരത്തിന് വേണ്ടി ഉത്തരായനം വരെ കാത്തിരുന്നു. ഉത്തരായനം പിറന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് വെടിഞ്ഞെന്നും ഉത്തരായനം പിറക്കാൻ കാത്തിരുന്ന എന്നും അദ്ദേഹം എന്നും മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഉത്തരായന രേഖയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിന് തുല്യമാണ് ദക്ഷിണായന രേഖ. ഭൂമിയുടെ ഭ്രമണപഥത്തിനായി ആപേക്ഷികമായുള്ള ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവാണ് പ്രസ്തുത വൃത്തങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഉത്തരായനത്തിൽ ജനിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ എല്ലാ ശാസ്ത്രങ്ങളിൽ വിദഗ്ധരും ധർമ്മം, അർത്ഥം, കാമശീലം ഇവയോടുകൂടിയവനും സുന്ദരനുമായിരിക്കും എന്ന് പറയപ്പെടുന്നു. അതുപോലെ ദൈവപ്രശ്നം വയ്ക്കേണ്ടതും ദൈവപ്രതിഷ്ഠ കലശം പ്രതിഷ്ഠിക്കേണ്ടതും ഉത്തരായന കാലത്തിലാണെന്ന് പറയപ്പെടുന്നു. ഉത്തരായന കാലമാണ് അതിന് ശുഭം എന്ന് പറയപ്പെടുന്നത്. ദക്ഷിണായനത്തിൽ നരസിംഹമൂർത്തി തുടങ്ങിയ ഉഗ്രമൂർത്തികളെ പ്രതിഷ്ഠ ചെയ്യുന്നതിനും അവരെ ആരാധിക്കുന്നതിനും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഉത്തരായന കാലം, അതായത് മകരസംക്രമ ദിവസം മുതൽ നമുക്ക് ഭക്തിയുടെ മാർഗ്ഗം സ്വീകരിച്ച് ഈശ്വരപാദങ്ങളിൽ സേവ അർപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.